പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ പ്രകാശിതമായയുടനെ ഈ നിയന്ത്രണങ്ങൾ നീങ്ങിപ്പോയില്ല. സാമൂഹികവും രാഷ്ട്രീയവുമായ വികാസപരിണാമങ്ങൾ മാറ്റങ്ങളുടെ കരുത്തുറ്റ യന്ത്രങ്ങളായിരുന്നു. ഈയൊരർത്ഥത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ സ്വന്തം ശവക്കുഴി മാത്രമല്ല, പൊതുവായി വംശീയതയുടെ ശവക്കുഴിയും തോണ്ടി. അയാൾ രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിവെച്ചുകൊണ്ട് ഞങ്ങളെന്നും നിങ്ങളെന്നും ലോകത്തെ വിഭജിക്കാൻ അയാളുടെ ശത്രുക്കളെ നിർബന്ധരാക്കി. നാസി പ്രത്യയശാസ്ത്രം അത്രമേൽ തീവ്ര വംശീയവെറി കാണിച്ചിരുന്നതിനാൽ യുദ്ധാനന്തരം പാശ്ചാത്യ ലോകത്ത് വംശീയത അപകീർത്തികരമായി മാറി. പക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സമയമെടുത്തു. കുറഞ്ഞത് 1960-കൾ വരെയെങ്കിലും അമേരിക്കൻ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ വെള്ളക്കാരുടെ അധീശത്വം ബലിഷ്ഠമായി നിലനിന്നിരുന്നു. ആസ്ട്രേലിയയിലേക്കുള്ള വെള്ളക്കാരല്ലാത്തവരുടെ കുടിയേറ്റത്തിനുമേൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ 1966 വരെ തുടർന്നു. ആസ്ട്രേലിയൻ ആദിമനിവാസികൾക്ക് 1960 വരെ വെള്ളക്കാർക്കൊപ്പം രാഷ്ട്രീയ അവകാശങ്ങൾ ലഭ്യമായിരുന്നില്ല. പൗരന്മാരാകാൻ യോഗ്യരല്ലാത്തവരായി കരുതപ്പെട്ടിരുന്നതിനാൽ ആദിമനിവാസികൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു. നാസികൾ മാനുഷികതയെ വെറുത്തിരുന്നില്ല. അവരുടെ ശത്രുത ലിബറൽ ഹ്യൂമനിസം, മനുഷ്യാവകാശങ്ങൾ, കമ്മ്യൂണിസം എന്നീ ആശയങ്ങളോടായിരുന്നു. മാനവരാശിയുടെ ഭാവിഭാഗധേയം മഹത്തരമാണെന്നതിൽ നാസികളും വിശ്വസിച്ചിരുന്നു. ഡാർവിൻ്റെ പരിണാമവാദത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മികച്ചതിൻ്റെ അതിജീവനത്തിനായി കളകളെ പോലുള്ള മനുഷ്യജാതികളെ നിയന്ത്രിക്കുകയോ നീക്കം ചെയ്യുകയോ വേണമെന്ന് അവർ വാദിക്കുകയായിരുന്നു.